നമസ്കാരം എല്ലാവർക്കും. കഴിഞ്ഞ വീഡിയോയുടെ തുടർച്ചയാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു വെച്ചാൽ മക്കളെ എങ്ങനെ വിശ്വാസത്തിൽ വളർത്താം എന്നുള്ളതാണ്. ഇന്നത്തെ തലമുറ നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ വിശ്വാസം കുറഞ്ഞു വരികയാണ്. ആരോ പറഞ്ഞത് ഞാനൊന്ന് ഓർത്തെടുക്കുകയാണ്. അതായത് നമ്മൾ വലിയൊരു സമ്പന്നൻ, അദ്ദേഹം ഒരുപാട് ബുദ്ധിമുട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് പൈസ ഉണ്ടാക്കിയത്, ധനം ശേഖരിച്ചത്. അദ്ദേഹത്തിൻ്റെ മക്കൾ ഇത് കണ്ടുകൊണ്ടാണ് അവർ ജീവിച്ചത്. അപ്പോൾ അവർക്ക് അതിൻ്റെ വില അറിയാം. അപ്പോൾ അവർ ആ രീതിയിൽ തന്നെയാണ് പൈസ വിനിയോഗിച്ചത്. പക്ഷെ ആ കുട്ടികളുടെ പിന്നത്തെ തലമുറ വരുമ്പോൾ എന്തുണ്ടാവും വെച്ചാൽ അവർ ഈ ബുദ്ധിമുട്ടുകളൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ അവർ വീട്ടിലാണെങ്കിൽ എല്ലാ സൗകര്യങ്ങളും, പൈസയ്ക്ക് പൈസ. അപ്പം അവരും ജീവിതത്തിൽ ലക്ഷറി ലൈഫിലേക്കാണ് അവർ പോണത്. അങ്ങനെയാണ് ആ കുടുംബത്തിൻ്റെ തലമുറ നശിക്കാൻ കാരണമാണ്. അവർക്ക് ബുദ്ധിമുട്ടറിഞ്ഞിട്ടില്ല, ജീവിതത്തിൻ്റെ പൈസയുടെ മൂല്യം എന്താണെന്ന് അറിയില്ല. പണ്ടൊക്കെ ഞാൻ ചെറുപ്പത്തിലായിരിക്കുമ്പോൾ കുട്ടിക്കാലത്ത് എൻ്റെ അമ്മയുടെ വീട്ടിൽ അമ്മയുടെ ഒരു ആങ്കിളുണ്ടായിരുന്നു. അങ്കിള് ഭക്ഷണം കഴിക്കുമ്പോൾ ചോറും പറ്റി പുറത്ത് പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നല്ല തല്ല് കിട്ടും. അതറിഞ്ഞാണ് ഞങ്ങൾ ജീവിച്ചായിരുന്നത്. അപ്പം ഇപ്പം ഞങ്ങൾ ഭക്ഷണം ഒരു തരി ചോറും പറ്റി പുറത്ത് പോവാണ്ട് പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. ഒരു തരി പോയില്ല. എനിക്ക് കേസിൽ പോവുകയാണെങ്കിൽ ആ നിലത്ത് നിന്നെടുത്ത് നമ്മൾ നമ്മൾ തിന്നുക. അത് പണ്ട് മുതൽ നമ്മൾ ശീലിച്ച ഓരോ കാര്യങ്ങളാണ്. അതുപോലെ തന്നെ എൻ്റെ അപ്പാപ്പൻ, ഞാൻ പറഞ്ഞ പണ്ട് കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞാണ്, നമുക്ക് കൊപ്രയുടെ ബിസിനസ്സായിരുന്നു. അപ്പോൾ അവിടെ കൊപ്ര കാലത്തിൽ ഞങ്ങൾ കൊപ്ര എടുക്കുമ്പോഴും അങ്ങനെ ചെയ്യുമ്പോഴൊക്കെ ചില സമയത്ത് ഞാൻ റെസ്റ്റ് എടുക്കും, സൈഡിലിരിക്കും. അപ്പോൾ അപ്പാപ്പൻ ചില രീതിയിൽ കളിയാക്കും. നമ്മൾ മറ്റുള്ളവർ മുന്നിൽ വെച്ച് പറയും, അവനവിടെ റെസ്റ്റ് എടുത്തോട്ടെ, നീ അവിടെ ഇരുന്നോ, നിനക്ക് എന്തിട്ട് വേണ്ട മോനെ, എന്തിട്ട് വെള്ളം വേണ്ട, എന്തിട്ട് ജ്യൂസ് വേണ്ട, ഒക്കെ കൊണ്ടുതരാം. അതായത് നമ്മളെ ഒരു എന്താ പറയുക, നമുക്ക് അവിടെ നമ്മൾ ചെറിയൊരു മടി കാണിച്ചിട്ട് നമ്മളവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ആ മടീനെ ഒരാൾ ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞ ആൾ നമ്മളെ പണിയിലേക്ക് രണ്ടാമതും അങ്ങോട്ട് പണിയിലേക്ക് നമുക്ക് പോവും. അല്ല, പോവാണ്ടിരിക്കാൻ പറ്റില്ല. അവന് വയ്യ, അവനവിടെ ഇരുന്നോട്ടെ. അയ്യോ അവനൊന്നും ചെയ്തിട്ടാ, അയ്യോ ഒന്നും ചെയ്തത് പാവം അവൻ എന്ന് പറഞ്ഞ പോലെയാണ് ഇന്ന് നമ്മുടെ പിള്ളേരെ നമ്മൾ വളർത്തുന്നത്. അവർ പറയുന്നത് നമ്മൾ മേടിച്ചു കൊടുത്തു, ബൈക്ക് മേടിച്ചു കൊടുത്തു, മറ്റുള്ള കാര്യങ്ങളൊക്കെ മേടിച്ചു കൊടുത്തു. കോളേജിലാവുമ്പോൾ മറ്റുള്ള അങ്ങോട്ട് പോകണം, ടൂറ് ഇത് പോകണം. ഇന്നത്തെ കാലഘട്ടത്തിൽ കാശുള്ള ആൾക്കാരിട്ട് മരിക്കുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടോയെന്ന് എനിക്കറിയില്ല. ഒരുപാട് ആൾക്കാർ ടൂറ് പോയി, ആക്സിഡൻറ്റ് ഒരുപാട് നടക്കുന്നുണ്ട്. ഒരുപാട് കഴിഞ്ഞ മാസം കണ്ടാന്ന് തോന്നുന്നു, മെഡിക്കൽ ഫീൽഡിൽ 5-6 പിള്ളേർ ഒരുമിച്ച് മരിച്ചു. പുഴയിൽ പോയി കുറച്ച് പിള്ളേർ മരിച്ചു എന്ന്. ഇത് കാശുള്ള ആൾക്കാരാണ് കേട്ടോ ഇതിനൊക്കെ പോണത്, മനസ്സിലാവണ്ട. അതായത് ആ രീതിയിൽ പോയി ഓരോരുത്തരും മരണം. അതായത് ഒന്ന് മെയിനായിട്ട് കൂടുതൽ ആത്മഹത്യ വേറെ കേസ്, ആക്സിഡൻറ്റ് ഒരുപാട് നടക്കുന്നുണ്ട്. പറഞ്ഞ പോലെ മറ്റുള്ളവരെ കാണാൻ പോവുക, ടൂറ് പോവുക, മറ്റുള്ള കുട്ടികളായിട്ട് ഒരുമിച്ച് പോവുക. അല്ലാണ്ട് കോളേജിൽ നിന്ന് ചിലപ്പോൾ ഒരു കോളേജിലൊക്കെ ഇയർലി ചിലപ്പോൾ ഒരു ടൈമിലൊക്കെ ടൂറ് പോകുള്ളൂ. അത് കൂടാണ്ട് ഇവരൊരു ബാച്ചിലേഴ്സായിട്ട് ഒരുമിച്ച് പോകണമെന്ന്. അപ്പോഴറിയുന്നത് ഇവർ ഒരുമിച്ച് പോയി പുഴയിൽ മരിച്ചു. ഒരാൾ പോയി, അതിൻ്റെ പിന്നാലെ മറ്റാളും പോയി മരിച്ചു. പിന്നെ അതുപോലെ വണ്ടി ആക്സിഡൻറ്റ് ഒരുപാട് ആൾക്കാർ ഒക്കെ ഈ ഒരുവിധ ആൾക്കാർ മരിക്കുന്നതൊക്കെ കാശുള്ള ആൾക്കാരാണ് മരിക്കുന്നത്. അശ്രദ്ധമായിട്ട് വണ്ടി ഓടിച്ച് അവർക്ക് ജീവിതത്തിൻ്റെ വില നഷ്ടപ്പെട്ടു. എങ്ങനെ ജീവിക്കണം? അടിച്ചു പൊളിച്ചങ്ങോട്ട് ജീവിക്കുക. അതന്നെ ആർഭാടായിട്ട്, ലാവിഷായിട്ട്, ഒന്നിനൊരു കുറവ് വേണ്ട. വണ്ടി എടുത്ത് പോയി അവിടെ പോയി ഇവിടെ പോയി അവിടെ കറങ്ങി ഫോട്ടോ എടുത്തു, അത് ചെയ്ത് ഇത് ചെയ്ത്. ഇന്നത്തെ ലൈഫ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ ഒക്കെ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ടത് ഒരു പാവപ്പെട്ട ഭിക്ഷാചി ഇങ്ങനെ ആളുടെ മുന്നിൽ വെച്ചിട്ട് ഇങ്ങനെ സെൽഫി എടുക്കുന്നു. അപ്പോൾ ടെക്നോളജി വളർന്നുകൊണ്ടിരിക്കുന്നത് അത് ഒരു പൈശാചിക ശക്തിയുടെ കൂടിയും ഒരു ബലമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ തിരിച്ചറിയണം, അതിൽ നിന്നുകൊണ്ട് നമ്മൾ പോരാടണം, മനസ്സിലാവണ്ട. ആത്മീയമായിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക്, ഞാനൊക്കെ ഇന്നത്തെ സാഹചര്യത്തിൽ ഞാൻ ആത്മീയമായിട്ട് ഒരുപാട് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. തമ്പുരാനെ ഒരു 10% പോലും പഠിക്കാൻ പറ്റില്ല എന്ന്.
ഒരുപാട് വീഡിയോകൾ ഞാൻ ഈ 2-3 മാസത്തിൽ കണ്ടു. ഇപ്പം എനിക്ക് ഏകദേശം ഒരു 50 വയസ്സാണ്. ഇപ്പോഴും എൻ്റെ ധാരണ 47 വയസ്സാണ്. സംഭവം അവിടെ ഇവിടെ സൈഡിൽ നിന്ന് അരച്ചു വന്നാലും എനിക്ക് കാണുമ്പോൾ ഒരു ഭംഗിയില്ലാത്തതാണ്. നമ്മൾ അതൊക്കെ ഒന്ന് ഡൈ ചെയ്ത് ഒന്ന് ഷേവ് ചെയ്ത് മനസ്സെപ്പോഴും ചെറുപ്പമായി ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും. ഇപ്പം നമ്മൾ തന്നെ ഇപ്പം ഇന്ന് പള്ളിയിൽ പോകുമ്പോൾ ആരെങ്കിലും ചട്ട മുണ്ടെടുത്ത അമ്മമാരെ കണ്ടിട്ടില്ല, ഒക്കെ സാരി എടുത്ത് വരണം. പ്രായം 80-70 ആയാലും എന്താ വെച്ചാൽ എല്ലാവരും അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സാഹചര്യങ്ങൾ കൊണ്ട് നമ്മളെല്ലാവരും ഞാനടക്കം മാറി ഈ ലോകത്തിൻ്റെ പിന്നാലെയാണ് ഞാനടക്കം ജീവിക്കുന്നത്. എനിക്ക് തന്നെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്തോരം സമയം എടുത്തു. ഒരുപാട് സാഹചര്യങ്ങൾ അതിന് ഒത്തുവരാത്ത ഒരു സാഹചര്യങ്ങളുണ്ടായി. മനസ്സിലാവുന്നുണ്ട്. നമ്മൾ ഈ പറഞ്ഞ പോലെ വീട്ടിലത്തെ പ്രശ്നങ്ങൾ അത് ഇതുമ്പോൾ നമ്മളെല്ലാവരും ഇതുപോലെ എല്ലാവരും ഈ വീട്ടിലത്തെ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരുണ്ടെന്ന്. ശരിക്കും പറഞ്ഞാൽ തമ്പുരാൻ്റെ അടുത്ത് പോയിരുന്ന് നമുക്ക് ഒന്ന് തമ്പുരാനെ ഒരു കുറച്ച് അറിയുന്ന സ്തുതിക്കുക, കുറച്ച് യേശുവെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറയാൻ ഒരാൾക്ക് പറ്റണില്ലാന്ന്. ഒക്കെ കഴിഞ്ഞ ദിവസം നമ്മുടെ ഇടവിലത്തെ അച്ഛൻ പറയുന്നുണ്ടായിരുന്നു, നമ്മൾ അതായത് നമ്മുടെ കർത്താവും പിശാചും അവിടെ മുകളിൽ ഒരുമിച്ച് ഒരു കഥയാണ് കേട്ടോ ഇരിക്കുകയാണ്. അപ്പോൾ ഇവർ നോക്കും ഭൂമിയിലൊക്കെ എല്ലാവരും പള്ളിയിൽ പോണ്, ഭയങ്കര പ്രാർത്ഥന. അപ്പോൾ യേശു പറഞ്ഞു കണ്ടാ നമ്മുടെ ഒക്കെ നമ്മുടെ ടിക്കടികളാണ്, നമ്മുടെ ടീമാണ്. അച്ഛൻ പറഞ്ഞ അങ്ങനെ കേട്ടോ, നമ്മുടെ ശൈലിയിൽ തൃശ്ശൂർ ഭാഷയിൽ നിങ്ങൾക്കൊരു ബോറാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ കടികളുണ്ടാകുക എന്താ. അപ്പം അത് പിശാച് നോക്കി ചിരിക്കുക. ആൾക്ക് കുട്ടൻസ് മനസ്സിലായി. അവിടെ പോയിട്ട് എൻ്റെ മോന് കാനഡയിലേക്ക് പോകാൻ വിസ റെഡി ആവണേ, അല്ലെങ്കിൽ MBBS എക്സാം, എൻട്രൻസ് എക്സാം, മറ്റുള്ള കാര്യങ്ങൾ, സമ്പത്ത് ഉണ്ടാവണം. ഈ ലോകത്തിൻ്റെ കാര്യങ്ങൾ മാത്രമേ പറയാനുള്ളൂന്ന്. ഈ ലോക ജീവിതത്തിലെ കാര്യങ്ങൾ മാത്രമേ ഇവർക്ക് ചിന്തിക്കാനും പറയാനുള്ളൂ. വേറെ സ്വർഗത്തിനെ പറ്റി ആത്മീയമായിട്ട് കാര്യങ്ങൾ, ആത്മീയമായ ദാനങ്ങൾ, പരിശുദ്ധാത്മാരുടെ ദാനങ്ങൾ, സ്നേഹം, മറ്റേ ഇതൊന്നും ഇവർക്ക് താല്പര്യമില്ല പറയാൻ. ഇതൊക്കെയാണ്. അപ്പോൾ പിശാച് പറഞ്ഞു കൊടുത്തു, കർത്താവ് ഇത് കണ്ടില്ലേ, അവർ നിന്നോട് സ്നേഹം ഉണ്ടായിട്ടൊന്നുമല്ല, അവർക്ക് കുറച്ച് കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് അവർ വരുന്നു, അവരുടെ കാര്യങ്ങൾ നടക്കണം. അവർ രണ്ടാമതും ഈ ലോകത്തിൽ പോയി. പിന്നെ പ്രത്യേകിച്ചും പെരുന്നാളും മറ്റ് സെലിബ്രേഷനും പറയും വേണ്ട. അന്ന് നമ്മൾ ഇപ്പോൾ കുർബാന സ്വീകരണമുണ്ടെങ്കിൽ പള്ളിയിലൊക്കെ ഭയങ്കര ആഘോഷമാവും. വീട്ടിൽ കൂട്ടുകാരുടെ കൂടെയാ, പിശാചിൻ്റെ കൂടെ. അവന് സന്തോഷമാണ്. അതായത് പിണ്ടിപ്പെരുന്നാൾ, നമ്മുടെ വലിയ പെരുന്നാൾ, അമ്പ് പെരുന്നാൾ, നമ്മൾ തുള്ളി പണ്ടൊക്കെ ടിസ്റ്റ് അടിച്ച് ഒന്നും പറയും വേണ്ട. അമ്പ് പെരുന്നാൾ, കുർബാന സ്വീകരണം, മാമോദീസ, എന്ത് പരിപാടിയാണെങ്കിലും ഈ സാധനമില്ലാണ്ട് പറ്റില്ല. എന്നോട് തന്നെ ചോദിക്കാറുണ്ടായിരുന്നു, നീ ഈ സംഭവം കഴിക്കില്ലേ, നീ എന്തര ക്രിസ്ത്യാനിട്ട് നാണാവിലാണ് ക്രിസ്ത്യാനികളുടെ പേര് കളയാനിട്ട്. അവർ പറഞ്ഞ് കറക്റ്റാണ്. ക്രിസ്ത്യാനികളുടെ പേര് കളയാൻ വേണ്ടിയിട്ട് എന്നെ പോലുള്ള ആൾക്കാർ കഴിക്കാണ്ടിരിക്കുന്നവര് ഏത്. അപ്പം ഇന്നത്തെ ഞാൻ പറഞ്ഞു വരുന്നത് എളുപ്പമല്ല സ്വർഗം. സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നുണ്ടെങ്കിൽ വളരെ ടഫായിട്ടുള്ള കാര്യമാണ്. ഇന്നലെ ഉണ്ടായൊരു വിറ്റ് ഞാൻ നിങ്ങളോട് പറയാം. ഞാൻ മോളോട് ചോദിച്ചു, മൊബൈൽ നോക്കിയിട്ട് കാണാനില്ല. അപ്പോൾ മോള് റോസിനെ വിളിക്കുക, റോസാ മൊബൈൽ കാണാനില്ല, എവിടെ പോയി, മൊബൈൽ എവിടെയാ നോക്കടി. തിരിച്ചു വീട്ടിലാകുമ്പോൾ നമ്മൾ തിരിച്ചു കൂടായിട്ടില്ല. എന്നാലും ഇവർ കേൾക്കുള്ളൂന്ന്. നമ്മൾ സ്നേഹത്തിന് റോസ മൊബൈൽ നോക്കടി. ഒരാളൊരു മൈൻഡായില്ലേ. പിള്ളേരോട് വരെ ഇത്തിരി സ്ട്രോങ് ആയിട്ടുണ്ടെങ്കിൽ കളി വിചാരിച്ച പോലെ നടക്കില്ലാന്ന്. ഞാൻ തന്നെ ആ വീഡിയോയിൽ പറഞ്ഞില്ല, നമ്മൾ പിള്ളേരെ സ്നേഹിക്കുക, ചുംബിക്കുക. എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ, വ്യക്തിപര അഭിപ്രായം, നമ്മൾ ഈ ചുംബിച്ചും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഒക്കെ മേടിച്ചു കൊടുത്തിട്ടാണ് പിള്ളേർ നിറഞ്ഞ നാശമായത്. പണ്ടത്തെ പിള്ളേരൊക്കെ നല്ല അടി കിട്ടിയിട്ടാണ് പഠിച്ചായിരുന്നു. അവർ പേടിച്ചിട്ടുണ്ട്. മാതാപിതാക്കൾക്ക് ഒരു ഇതുണ്ടായിരുന്നു, കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഇവിടെ വാടാന്ന് പറഞ്ഞാൽ നോക്കി കഴിഞ്ഞാൽ അവരോട് വന്നിരിക്കും. അന്നത്തെ കാലം അങ്ങനെയായിരുന്നു. നമ്മൾ എന്താ പറയുക, മൂത്രമൊഴിക്കാന്നൊക്കെ പറയില്ലേ, എന്ന് പറഞ്ഞ പോലെ ആണ്. ഞങ്ങളുടെ അവിടെ ഒരു പള്ളിയിൽ ചെറുപ്പത്തിൽ കുട്ടികളായപ്പോൾ ഞങ്ങൾ കുർബാന നിൽക്കുമ്പോൾ അവിടെ ദേവസ്വം മാഷ് എന്ന് പറഞ്ഞ മാഷുണ്ടായിരുന്നു. ആള് വന്നിട്ട് ചെയ്യുമ്പോൾ ഒരൊറ്റപ്പെടുത്താ
ഇന്നത്തെ പിള്ളേരെ എവിടെയാ അതിൻ്റെ കുർബാനയുടെ ഇടയിൽ മൂത്രം ഒഴിക്കാനും വെള്ളം കുടിക്കാനും ചിലർ ഇന്ന് വന്ന് 2-3 ആൾക്കാർ പൈതേറ്റ വന്നു കുർബാനയ്ക്ക് വരുന്നത്. ഇത്രയേ ഉള്ളോ. അന്ന് നമ്മളൊക്കെ ഞാൻ ചെവി പിടിക്കുന്ന പറഞ്ഞിട്ട് ഈ ചെവിക്ക് ഇത്രയൊക്കെ വലിപ്പുണ്ടെന്ന് ഞാൻ അപ്പോഴാണ് എനിക്ക് മനസ്സിലാക്കിയത്. ഒരു പിടുത്തപ്പിടി ആ പേടിയിൽ നമ്മളിങ്ങനെ നിൽക്കും, പേടിച്ചിട്ട് നിൽക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ ആത്മീയതയിലേക്ക് എത്തിയത് തന്നെ. ഒരുപാട് ശരിക്കും പറഞ്ഞാൽ കാരണന്മാർ പഴയ ആൾക്കാരുടെ ഒരുപാട് കഠിനമായ നമ്മുടെ കൂടെ ഒരുപാട് ആൾക്കാരുടെ ഇതിലാണ് നമ്മളൊക്കെ ഇങ്ങനെ വലുതായത്. അതിലേറ്റവും വലിയത് കൂട്ടുകുടുംബം എന്ന സംഭവമാണ്. കൂട്ടുകുടുംബം പോയോട് കൂടിയിട്ട് അതിപ്പോൾ ഒരു സ്വപ്നം മാത്രമായി. ഇന്നെന്ന് പറഞ്ഞാൽ മനുഷ്യന് ഒറ്റയ്ക്കുള്ള ജീവിതമായില്ലേ. വലിയ കഷ്ടം കേട്ടോ ഒറ്റയ്ക്കുള്ള ജീവിതം. കഴിഞ്ഞ ദിവസം തന്നെ ഫ്ലാറ്റിൽ കഴിഞ്ഞ ആഴ്ച ഒരു കൊച്ചിൻ്റെ അടുത്ത് റോഡിലേക്ക് കിട്ടുമെന്ന്, കല്യാണം കഴിക്കാത്ത യുവതി. എത്ര ഭ്രൂണഹത്യകൾ നടക്കണം, എത്ര രാജ്യങ്ങൾ നിയമമാക്കണ ഭ്രൂണഹത്യ, എത്ര പ്രസവിച്ച് പെണ്ണുങ്ങളെ മാത്രം കുറ്റം പറയല്ല കേട്ടോ. ഞാൻ ഈ കൂട്ടുകുടുംബത്തിന് ഞാൻ കൂടുതൽ എനിക്ക് ഇപ്പോഴാണ് വില തോന്നുന്നത്. എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പെൺകുട്ടികളൊക്കെ പണ്ട് നമ്മുടെ അമ്മമാർ, എനിക്ക് അമ്മയുണ്ട്, അനിയത്തിയുണ്ട്, ഭാര്യയുണ്ട്, 2 പെണ്ണുങ്ങളാണ് കേട്ടോ. ഞാൻ അവരോട് റെസ്പെക്റ്റാണ്, പെണ്ണുങ്ങളെ ബഹുമാനമുണ്ട്. പക്ഷേ തമ്പുരാൻ ഭർത്താവിനാണ് അവിടെ, നാഥനാണ് ഇമ്പോർട്ടൻ്റ് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഭാര്യയ്ക്ക്. ഭാര്യ ഭർത്താവ് ബന്ധങ്ങൾ വചനത്തിൽ നിങ്ങൾക്കറിയാലോ പറയുന്നത്. അന്ന് കാലത്തൊക്കെ പണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിലൊരാൾ വന്നു കഴിഞ്ഞാൽ പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാൽ ആ കൂട്ടുകുടുംബം ആകുമ്പോൾ അവർ സൈഡിൽ കൂടെ നോക്കുള്ളൂ, അവർ ഫ്രണ്ടിലേക്ക് വരില്ലായിരുന്നു. ഇന്ന് കാലം മാറി. ഇന്ന് കൂട്ടുകുടുംബത്തിന് അണുകുടുംബത്തിലേക്ക് വന്നു. അതോടിയിട്ട് അവർ 2 പേരും ബിസിയായി, 2 പേരും ടെൻഷനായിന്ന്. മക്കളെ നോക്കാം. എനിക്ക് 5 മക്കളെ നോക്കേണ്ട കാര്യം നമുക്ക് തന്നെ അറിയാം. നമ്മുടെ ഭാര്യക്ക് എന്തോരം ബുദ്ധിമുട്ടാണ്. ഇപ്പം നമ്മുടെ അമ്മ, നമ്മൾ ചെറിയ സപ്പോർട്ട് തന്നെയുള്ളൂ. നമുക്ക് ഈ പറഞ്ഞ പോലെ അവർ ചെയ്യുന്ന പണി നമുക്ക് ചെയ്യാൻ പറ്റില്ല എല്ലാ കാര്യങ്ങളും. സത്യം പറയാനുള്ള കാര്യം, ആണുങ്ങൾക്ക് പണികളുണ്ട്, പെണ്ണുങ്ങൾക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട്. ദൈവം കണ്ടറിഞ്ഞു കൊടുത്താ. പക്ഷെ അത് അങ്ങോട്ടും മാറിപ്പോയി. അതിൻ്റെ ഒരു പ്രശ്നമാണെന്ന്. വലിയൊരു ചതിയിലാണ് ഈ ലോകം വന്ന് വീണത്. പിശാചിൻ്റെ കയ്യിലേക്ക് അങ്ങോട്ട് വന്നേക്കാം. പണ്ടെന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങൾ തന്നെ നമ്മൾ ഈ കൂട്ടുകുടുംബത്തിൽ ഭർത്താവായിരുന്നു അധികം സംസാരമൊന്നുമില്ല. വൈകുന്നേരം കിടക്കാൻ നേരത്ത് മാത്രമേ ഉള്ളൂ. അപ്പം അത്രയ്ക്ക് റെസ്പെക്റ്റൊക്കെ ഉണ്ടായിരുന്നു. ഇന്നതൊക്കെ പോയിന്ന്. ഇന്ന് അവിടെ ഞാൻ എൻ്റെ സ്വന്തം കാശുകൊണ്ട് ഞാൻ അധ്വാനിക്കുന്നു, നീ ആരോടാന്നുള്ള രീതിയിൽ, അങ്ങനെ രീതിയിലായി കാലം. മനസ്സിലാവുണ്ട്. അത് ബൈബിളിൽ പറഞ്ഞ പോലെ തന്നെ അവസാന കാലഘട്ടം എന്ന് പറയുന്നത് കുടുംബത്തിലുള്ളവരാണ് നമ്മളെ എതിർ വരിക എന്നുള്ള രീതിയിലാണ് ഇങ്ങനെ കാര്യങ്ങൾ പോകുന്നത്. ഇന്ന് നമുക്ക് സ്വന്തം മക്കളെ വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയിലായില്ലേ. ഇതൊക്കെ കാരണം ഇതിൻ്റെ ഭാഗമാണ്, കൂട്ടുകുടുംബത്തിൽ നിന്ന് വിട്ടതിൻ്റെ ഭാഗമാണ്. എപ്പോഴും തട്ടിക്കളയുന്ന ഒരു പെടുത്തില്ല. ഇപ്പം നമ്മുടെ സുവിശേഷ പ്രസംഗ ആയ യോഹന്നാൻ കാശ് കുറേ സമ്പാദിച്ചു എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? തട്ടിക്കളഞ്ഞാണ് നമ്മൾ ആക്സിഡൻറ്റിലെല്ലാം മരിച്ചത്. മനസ്സിലാവുണ്ടോ? അപ്പം എന്ന് പറഞ്ഞ പോലെ ജീവിതത്തിൻ്റെ മൂല്യം നഷ്ടപ്പെട്ടു, നന്മയുടെ വശം മാറിപ്പോയി. ഇനിയുള്ള കാലഘട്ടത്തിൽ നമ്മളിപ്പം ഞാൻ പറയുന്നത് നമ്മൾ ശുദ്ധീകരണ സ്ഥലത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മളല്ല, നമ്മുടെ അമ്മമാരൊക്കെ പണ്ട് ഇരുന്ന് ഇങ്ങനെ കൊന്തിട്ട് എത്തിച്ചായിരുന്നു വീട്ടിൽ. അവർക്ക് കാലത്തോട്ട് വൈകുന്നേരം ഇതാ പണി, കൊന്തടിച്ച് ഇങ്ങനെ തിരിച്ചുകൊണ്ടിരിക്കുക, മക്കൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, മാധ്യസ്ഥം വഹിച്ചായിരുന്നു. ഇന്ന് പ്രാർത്ഥന ചെയ്യുക നമുക്കവിടെ നേരം. നമുക്ക് ഇവിടെ പള്ളിയിലത്തെ ഒരു പിയാത്ത വരുത്തുണ്ട്, അതിനെ മറിച്ച് നോക്കാൻ നേരില്ല. ഫേസ്ബുക്കും വാട്സപ്പും യൂട്യൂബും കണ്ട് കഴിയാൻ നേരില്ല. അതിൻ്റെ ഇടയിലാണ് ഇനി ഇതും കൂടിയും വായിക്കാൻ പോകുന്നത്. ഞാൻ ഈ കഴിഞ്ഞ ധ്യാനത്തിന് പോയി എന്ന് പറഞ്ഞില്ല, മറ്റേ പൈശാചിക ശക്തിനെ അവിടെ പോയി. ഞാൻ 25 രൂപയുടെ ഒരു 22 പുസ്തകം മേടിച്ചു. ആ ഒരു പുസ്തകത്തിലെ ഒരു പേജ് പോലും എനിക്ക് വായിക്കാൻ നേരം കിട്ടിയില്ല എന്നുള്ള. വിശുദ്ധ ഫൗസ്റ്റീന, ഒരു വലിയ ബുക്ക്, 800 രൂപയുടെ ജീവിത ചരിത്രം, ആളുടെ പറ്റിയിട്ടുള്ള ദൈവമായിട്ടുള്ള. അതിൽ ഒരു പേജ് ഇത്തിരോളാണ്ട് വായിക്കാൻ പറ്റിയിട്ടുള്ളൂ. നമുക്ക് അതിനേന്നും കൂടുതൽ ഇവിടെ നമുക്ക് ഓൾറെഡി ഓൺലൈൻ വഴി നമുക്ക് യൂട്യൂബും മറ്റുള്ള കാര്യങ്ങളും കൂടി നമുക്ക് നോളജ് കിട്ടുന്നുണ്ടല്ലോ. ഒരുപാട് ആൾക്കാർ ഒരുപാട് കാര്യങ്ങൾ കണ്ടന്റ്
നമുക്ക് കിട്ടും. ഞാൻ എപ്പോഴും ഓരോ കണ്ടന്റ് വേണമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ ആ കൂടുതൽ വിശുദ്ധിയിലേക്ക് നയിക്കുന്ന ഒരു ആഗ്രഹമുണ്ട് എനിക്ക്, മനസ്സിലാവണ്ട. ഇപ്പോൾ ഈ യൂട്യൂബ് ചെയ്തു, നാളെ വേറെ ലെവലിലേക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്. ഇപ്പം നമ്മുടെ സാബു ബ്രദറൊക്കെ ഒരു കർച്ചീഫ് വെച്ച് ഇങ്ങനെ ഒരാളുടെ ചെവിയിൽ തൊട്ട് കഴിഞ്ഞാൽ ചെവി അന്തന്നെ കണ്ണ് കാണാത്ത ആൾക്കാർ ഇന്നത്തെ സുഖപ്പെടുന്നുണ്ട്. നിങ്ങൾക്ക് നമ്മൾ ആത്മീയമായിട്ട് വളർന്നു കഴിഞ്ഞാൽ ഒരുപാട് വലിയൊരു വളർച്ചയുടെ ഒരു തലമാണ് കേട്ടോ. നമ്മളിവിടെ ഈ അടിയിൽ കിടന്ന് ഈ +2 ഡിഗ്രിയും കഴിഞ്ഞ് ഇവിടെ നിന്നിട്ട് കാര്യമില്ല. ഹൈ ലെവലിലേക്കൊക്കെ നമ്മൾ പോകണം. PhD അല്ലെങ്കിൽ അതിൻ്റെ കഴിഞ്ഞ് റിസർച്ച് അല്ലെങ്കിൽ സയൻറ്റിഫിക്കായിട്ട് എന്ത് ചെയ്യാൻ പറ്റും. ഈ ഐസക് ന്യൂട്ടന് പുതിയതായിട്ട് നമ്മൾ കണ്ടുപിടിക്കണം പുതിയ കാര്യങ്ങൾ. ഞാൻ എപ്പോഴും എൻ്റെ ജീവിതത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്വപ്നത്തിൻ്റെ ഒരു ചിറക് പോലെയാണ് ഞാൻ ഈ 50ാമത്തെ വയസ്സ് വരെ അങ്ങനെ വയസ്സായിട്ടില്ല. ചിറക് സ്വപ്ന ലോകത്താണ് എൻ്റെ പൈതൃക ജീവിതം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കാണുന്നതൊക്കെ ഒരു എന്താ പറയുക, ഒരു ആത്മീയമായ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് അനുഭവിക്കാൻ പറ്റി. ഈ ലോകത്തിലും ഒരുപാട് കാര്യങ്ങൾ കണ്ടിട്ട് നിങ്ങളെ പോലെ തന്നെ നമ്മൾ വളർന്ന വ്യക്തിയാണ്. പക്ഷെ ഒരുപാട് നമ്മളൊരു ലൗകിക തലത്തിന് ഉപരി വേറൊരു പണ്ട് നമ്മൾ പറയാണ്ട് നമ്മൾ ഈ കിണറ്റിൽ കിടന്നു കഴിഞ്ഞാൽ ഈ തവള കിണറ്റിൻ്റെ ഉള്ളിൽ മാത്രമല്ല കാണുള്ളൂ. പുറത്ത് വലിയൊരു രാജ്യമാണ് തവളയ്ക്കറിയില്ല. ഈ തവള പുറത്തേക്ക് ചാടുകയാണെങ്കിൽ ഈ രാജ്യങ്ങളൊക്കെ കാണാൻ പറ്റുള്ളൂ. പക്ഷെ ഇപ്പം എനിക്ക് തോന്നുന്നുവെച്ചിട്ടുണ്ടെങ്കിൽ തവള കിണറ്റിൽ കിടക്കണ പോലെ കിടക്ക ബുദ്ധി ഇത്ര നമ്മൾ കണ്ടാൽ മതിയെന്ന്. നമ്മൾ ഈ ലോകത്തിലെ പല കാര്യങ്ങളും കാണാൻ പോയി കണ്ടില്ല, നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റില്ല. എൻ്റെ മക്കളായാലും ഞാൻ ഒരു ലിമിറ്റിനും കൂടുതൽ ഞാൻ ചില സമയത്ത് അവരായിട്ട് നല്ല സ്നേഹത്തിലായിരിക്കും, ചില സമയത്ത് അവരായിട്ട് ഓപ്പണായിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കും. വണ്ടിയിൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ടാ. മൂത്ത 3 പേര് ഇത്തിരി വിവരം വെച്ചിട്ടുണ്ട്. പറഞ്ഞ് ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലത്, നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്ത് തരും, മനസ്സിലാവണ്ട. ഞാൻ ഇന്നും നമ്മുടെ മക്കൾക്ക് ആദ്യം വിദ്യാഭ്യാസത്തിനെല്ലാം ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നു. ദൈവസ്നേഹത്തിനും ദൈവഭയത്തിലും വളരാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് പ്രിഫറൻസ് ഇതിനെ കൊടുക്കണ്. എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിൽ ഞാൻ മാറ്റി പിടിച്ചു. വിദ്യാഭ്യാസം അല്ല ഏറ്റവും വലുത്. എന്താ കാര്യം, നമുക്ക് പിള്ളേരെ സ്വർഗത്തിൽ വിടാൻ പറ്റില്ല, അതാണ് മെയിൻ കാര്യം. നിങ്ങളിവിടെ ആനക്കുതിര ഡോക്ടർ മറിച്ച് ജൂബിലിയിൽ കഴിഞ്ഞ ആഴ്ച ഞാനൊരു ഫ്രണ്ടിനെ കാണാൻ പോയി. അവൻ്റെ ഫ്രണ്ടും അവിടെ MBBS ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുക. അവൻ വന്നു. ഞാൻ യൂട്യൂബൊക്കെ ചെയ്യുന്ന കാരണം അവനായിട്ട് ഞാനൊരു ആത്മീയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഷാലോമിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു. അവിടുത്തെ അച്ഛൻ്റെ കാര്യങ്ങൾ നന്നായിരുന്നു സംസാരിച്ച്. അപ്പോൾ MBBS ഇവൻ ഫൈനൽ ഇയർ എന്താ അവിടെ ട്രെയിനിങ് ആണ്. വേറെ വല്ല നിങ്ങൾക്ക് സംസാരിക്കുന്നത് എന്തിട്ട് ബോറും കാര്യങ്ങൾ സംസാരിക്കുന്നത്. ക്രിസ്ത്യാനിയാണ് കേട്ടാ, ക്രിസ്ത്യാനിയാണ് പറയുന്നത്. എന്തിട്ട് ബോറും കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കും, ഈ ജാതി സാധനങ്ങൾ സംസാരിക്കും നിങ്ങൾ. ആള് പറഞ്ഞു അപ്പം മക്കളെ ഡോക്ടറാക്കി, എൻജിനീയറാക്കി, സയൻറ്റിസ്റ്റാക്കി. നമ്മൾ ഒരു കാര്യമില്ല, മൈക്കിൾ ജാക്സനെ പോലെ ആക്കിയിട്ട് ഒരു കാര്യമില്ലാന്ന്. ഈ ലോകത്തിൽ കഴിഞ്ഞു, ഇത് മരണമാണ്. ഈ ലോകം ലാസ്റ്റ് മരണ, സ്വർഗത്തിലേക്ക് എത്തില്ല കേട്ടാ. ദൈവം നോക്കിയാ ഈ 2 കൈ പൊന്തിച്ചിട്ട് പറയുന്നു, സ്വർഗത്തിലേക്ക് എത്തില്ല നിങ്ങളുടെ മക്കൾ. നിങ്ങൾ വിശുദ്ധിയിൽ വളർത്താൻ പഠിപ്പിക്കണം, നന്മയിൽ ജീവിക്കാൻ കുടുംബ പ്രാർത്ഥന, കുംഭസാരം, വിശുദ്ധ കുർബാന. എനിക്ക് കൂടുതൽ വർക്ക് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പോലെ മുസ്ലിം സഹോദരന്മാരും ഹിന്ദുക്കളൊക്കെയാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ കാസ്റ്റിലുള്ള ആൾക്കാർ വളരെ ചുരുക്കം, നല്ല മനുഷ്യരുണ്ട് ഇവർ. അപ്പോൾ നമ്മുടെ ഒരു കൂട്ടുകാരൻ ഫ്രണ്ട്, ഞങ്ങൾ അവൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അവിടേക്ക് പോയി. അപ്പോൾ അവൻ പറയുന്ന അവൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കഥ. മുസ്ലിം സഹോദരനാണ്. അതായത് ഇവൻ ആളുടെ കൂട്ടുകാരൻ്റെ കാര്യം പറയുന്നത്. കല്യാണം കഴിച്ചു വന്നു, +2 10th ആണ് ഉണ്ടായിരുന്നുള്ളൂ. പഠിപ്പിച്ചു, നേഴ്സിംഗ് ജോലി മേടിച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് BSc നേഴ്സിംഗ് പഠിച്ചു. അത് കഴിഞ്ഞിട്ട് നേഴ്സിങ്ങിൻ്റെ ജോലി കിട്ടി. അതെൻ്റെ ഗൾഫിലേക്ക് കൊണ്ടുവന്നു, ഗൾഫിൽ ജോലിയാക്കി. അത് കഴിഞ്ഞിട്ട് ഇവള് പറയല്ലേ എനിക്ക് ഡൈവോഴ്സ് വേണമെന്ന്. ഇത് മുസ്ലിം സഹോദരന്മാർക്ക് നമ്മുടെ ഇടയിൽ കൊണ്ടമാനുണ്ട് ഈ കേസുകൾ. അതാണ് പറഞ്ഞ കൂട്ടുകുടുംബത്തിൽ നമ്മൾ, അതായത്
ലേഡീസ് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പം ഏതാണ്ട് ഒരു ഫസ്റ്റായി കാര്യങ്ങൾ. ദൈവം പുരുഷനും സ്ത്രീക്കും കൊടുത്ത ഓരോ ഡ്യൂട്ടി ഉണ്ട്. ആ ഡ്യൂട്ടി മറന്ന് ഇപ്പം അങ്ങോട്ട് ഇങ്ങോട്ട് മാറി ഡ്യൂട്ടി ചെയ്യുന്നു. ഇതിൽ ഞാനൊരു ഭാഗമാണ് കേട്ടോ. എൻ്റെ ഭാര്യ ഗൾഫിൽ. ഞാൻ പറഞ്ഞു വന്നതാണ്, നമ്മൾ കാലം മാറി. പക്ഷേ നമ്മളത് നമ്മളെന്താണെന്ന് വെച്ചാൽ ഇതിൽ ഇങ്ങനെ പ്രശ്നം വെച്ചാൽ നമ്മൾ സ്വർഗം മറന്നിട്ടുള്ള കളിയാണ്. നമ്മൾ ദൈവത്തിൻ്റെ കൂടെ നിന്നുകൊണ്ട് നിങ്ങൾ എന്തും ചെയ്തോ കുഴപ്പമില്ല. ഇവിടെ ഷാർജ പള്ളിയിൽ ഒരു ചേട്ടൻ മെർസിഡീസ് ബെൻസ് ഹൈ ലെവലാണ്, പക്ഷെ വചന പ്രഘോഷമാണ്. കാശ് കൊണ്ടുപോകാനുണ്ടെന്ന് ആള് പറയും. തമ്പുരാൻ എനിക്ക് തന്നെ കാശ് തമ്പുരാന് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ ആള് തമ്പുരാൻ കോടികൾ ആൾക്ക് ആസ്യം കഴിഞ്ഞാൽ നമുക്ക് എന്തിട്ട് വിഷമം? ആ ധനവാൻ ഒട്ടക സൂചിൻ്റെ ഉള്ളിൽ കൂടെ കിടക്കില്ല എന്ന് പറഞ്ഞാൽ ആൾക്കത് ഇതൊന്നല്ല. ആള് നാളെ സ്വർഗത്തിലേക്ക് തിരിയും. തമ്പുരാനുള്ള ഫെസിലിറ്റീസ് കൊടുക്കുന്ന ആള് അടിപൊളി വണ്ടി പിടിച്ച് ആൾ അടിപൊളിയായിട്ട് പോകണം. പണ്ട് ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു പ്രോട്ടോൺ വണ്ടിയായിരുന്നു, മിത്സുബിഷിയുടെ ലാൻസർ. അതാണ് യൂസ് ചെയ്തതാണ് ചെറുപ്പത്തിൽ. പക്ഷേ ഇവിടെ പണ്ട് ഗൾഫിലായിരുന്നു. ഇപ്പം അന്ന് 4-5 ഫിലിപ്പീനി ലേഡീസും ചെക്കും ഉണ്ടാവും കൂടെ കാർ ലിഫ്റ്റ്. അന്ന് നല്ലൊരു കാശ് കിട്ടിയായിരുന്നു കേട്ടോ. അതായത് 4 മാസം കൊണ്ടുകഴിഞ്ഞാൽ ഒരു വണ്ടിയുടെ കാശ് കിട്ടിയെന്ന് ഏകദേശം ഒരു 5000 രൂപ അടുത്ത് കിട്ടും. പിന്നീട് കുറേ നാളിന് ശേഷം എനിക്ക് സർവീസ് അഡ്വൈസറായിട്ട് ജോലി ചെയ്യുമ്പോൾ ഒരു 17,000 രൂപയുടെ ഒരു ഒപ്രസ്, അത് 1.6 ആയിരുന്നു. ഇത് 3.5ൻ്റെ വണ്ടി മേടിച്ചു. അത് 17,000 ദിർഹംസ് കൊടുത്ത്. നമുക്കന്ന് നല്ല കമ്മീഷനും കാര്യങ്ങളും ഉള്ള കാരണം 1 മാസം ശമ്പളം കൊണ്ടും 3 മാസം കമ്മീഷൻ കൊണ്ട് സംഭവം നടന്നു. അപ്പോൾ ഈ വണ്ടി മേടിച്ച് കഴിഞ്ഞിട്ട് ഈ വണ്ടിയിൽ കയറിയിരിക്കുമ്പോൾ എനിക്ക് ഞാൻ പ്രോട്ടോൺ വണ്ടിയിൽ നിന്നും 5,000 രൂപയുടെ വണ്ടിയിൽ നിന്നും ഇതിലേക്ക് കയറി എനിക്ക് തന്നെ ഒരു അത് 1.6, ഇത് 3.5. ചവിട്ടുമ്പോൾ ഒട്ടുക്കത്തെ പവർ വണ്ടി കണ്ടുകഴിഞ്ഞാൽ റോയൽ ലുക്ക്. അന്ന് ഇപ്പോഴും എനിക്കറിയില്ല, ലോക്കൽസൊക്കെ ഒരുവിധം ഒപ്രസ് വണ്ടി അവരവിടെ ഉണ്ടാവാറുണ്ട്. ഒപ്രസ് ഏകദേശം മെർസിഡീസ് പോലെയാണ്, റൗണ്ട് ഇതൊക്കെ വെച്ചിട്ട് ഹെഡ്ലൈറ്റ്. 3.5 ആണ്, ഭയങ്കര പവർ ഉണ്ടാവും. ഇപ്പോൾ പവർ എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ പവറുള്ള വണ്ടികളുണ്ട്, 12 സിലിണ്ടറും 24 സിലിണ്ടറും. ഞാൻ ആ സമയം ഇപ്പോൾ ഉള്ള കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഇതിൽ കയറിയിരിക്കുമ്പോഴും ഇത് വണ്ടി പോകുമ്പോഴൊക്കെ എനിക്ക് എന്തോ ഒരു പറയാൻ ഞാൻ തന്നെയാണ് ഈ വണ്ടിയിലിരിക്കുന്നത്. അതായത് നമുക്കാണൊരു ഡൗട്ട്, നമ്മൾ ചെറുതീന്ന് വലിയ കയറുമ്പോഴുള്ള ഒരു വ്യത്യാസം ഉണ്ടാ എന്ന് പറഞ്ഞ പോലെ ആത്മീയതയിലും വലിയൊരു വളർച്ച നമ്മുടെ ജീവിതത്തിൽ വേണമെന്ന്. നമ്മൾ ഈ ലൗകിക ജീവിതത്തിൽ നിന്ന് മാറി നമ്മൾ വേറൊരു തലത്തിലേക്ക് അപ്പോൾ തമ്പുരാനെ പറ്റി നമുക്ക് കൂടുതൽ അറിയാൻ പറ്റും. അതിനുള്ള വീഡിയോസ് ഇനി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നുകൊണ്ടിരുന്നത്, സ്വർഗം നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല ഏത് നിലയ്ക്കായാലും. അപ്പോൾ എല്ലാവർക്കും സന്തോഷം. ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരുന്നതായിരിക്കും. എന്നുവെച്ചാൽ വീഡിയോ എക്സ്റ്റൻഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാവർക്കും നന്ദി. താങ്ക് യു.